നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നഖങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ രക്തങ്ങൾ, ഈ ആർത്തവ രക്തങ്ങളൊക്കെ അതെല്ലാം സ്ത്രീകൾ പബ്ലിക്കിലിടരുത്. അതൊക്കെ മറമണം, കത്തിച്ചു കളയണം. കാരണം ശൈത്താന്മാരിൽപ്പെട്ട ഒരു വിഭാഗം പാമ്പുകളാണ്. ഇവര് ചില വീടുകളിൽ കാണുന്നുണ്ടല്ലോ, സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ മാത്രം പാമ്പ്, സ്ത്രീകൾ പോയാൽ പാമ്പില്ല. ചില വീടുകളിൽ ഒരു ശല്യമാണത്. സ്ത്രീകൾ അടുക്കള നിൽക്കുമ്പോൾ മാത്രം ചേര. പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു, അല്ല ഈ ഓടിട്ട വീടും ഇതൊക്കെ ആയതുകൊണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല. പഴയ പള്ളികളിലൊക്കെ കണ്ടില്ല നമ്മൾ പോയാലും ജിന്നിന്റെ ശബ്ദം. ഞാൻ പണ്ട് വെട്ടിക്കാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓതിയിരുന്നു. പറഞ്ഞുകൊണ്ട് വരുന്നത്, മനുഷ്യന്റെ ഇത്തരം കാര്യങ്ങൾ, അവന്റെ അവയവങ്ങളിൽ നിന്ന് നഖത്തിന്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ ഈ ജിന്നുകൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും ഇവനൊരു പണി കൊടുക്കാം. അല്ലെങ്കിൽ അതിന് മാരണപ്പണിക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഒഴിവാക്കിയ ഈ നഖത്തിന്റെ ചീടുകൾ അല്ലെങ്കിൽ മുടികൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അവര് കുതന്ത്രങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ഭാഗവാക്കാവും. അതിന്റെ ഷർറ് നമ്മൾ ഏൽക്കേണ്ടി വരും. അതാണ് ഇതിന്റെ തത്വം എന്ന് ചില ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ആർത്തവ രക്തം ഉള്ള ആ പഞ്ഞി അല്ലെങ്കിൽ ആ ശീലക്കഷ്ണം അത് പുറത്തേക്ക് കാണുമ്പോൾ ശൈത്താന്മാർക്ക് ആ സ്ത്രീയെ ഒന്ന് കിട്ടിയാൽ തിരക്കടില്ല എന്ന് തോന്നിപ്പോകുന്ന, നമ്മൾ അത്തർ പൂശുന്നത് പോലെയാണ് ശൈത്താന്മാരെ സംബന്ധിച്ചിടത്തോളം വൃത്തികെട്ട രക്തങ്ങളുടെ വാസനകൾ. എത്ര കണ്ട് അത് വൃത്തികേടാകുന്നു അത്ര കണ്ട് അവരുടെ സുഗന്ധം കൂടുന്ന. കാരണം അങ്ങനെയാണല്ലോ, നല്ലതിനെതിരാണല്ലോ ശൈത്താൻ. എനിക്ക് താമസിക്കാൻ വീട് വേണമെന്ന് അള്ളാഹുവിനോട് ശൈത്താൻ പരാതി പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, അനക്കും എൻ്റെ കുട്ടികൾക്കും താമസിക്കാൻ വീടാണ്, ജനങ്ങൾ മൂത്രിക്കുന്ന കക്കൂസും അതുപോലെ ടോയ്ലറ്റുമല്ല. അതുകൊണ്ടാണ് അവിടത്തേക്ക് നമ്മൾ കയറുമ്പോൾ ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറയും സുന്നത്തായത്. എനിക്ക് താമസിക്കാൻ വീട് വേണം എന്ന് പിശാച് അള്ളാഹുവിനോട് പരാതിപ്പെട്ടപ്പോൾ ജനങ്ങൾ ഒന്നും രണ്ടും നിർവഹിക്കുന്ന ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ബാത്റൂമുകളും നിനക്ക് വീടാക്കി നിശ്ചയിച്ചു തന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് അത് പിശാചിന്റെ മൗവയാണ്. അവിടത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ മുടിയോ നഖമോ നമ്മൾ മറവ് ചെയ്ത് അത് ഇല്ലായ്മ ചെയ്യണം. അത് പബ്ലിക്കിലിട്ടാൽ വേറെയും കാരണമുണ്ട്. ഇപ്പൊ നഖം എന്ന് പറയുന്നത് ഒരു ഉറുമ്പാണ്, അത് കഴിക്കുന്നത് കൂട്ടിക്കൊള്ളി. ശരി, മനുഷ്യന്റെ നഖത്തിന് എന്ത് അവയവമായാലും ശരി മറ്റു ജീവികൾക്ക് വലിയ ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മനുഷ്യന്റെ ഇറച്ചിയാണ്. തിന്നുകൊണ്ട് പറയല്ല, പഠനത്തിൽ നിന്ന് പറയാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി മനുഷ്യന്റെ ഇറച്ചിയാണ്. അപ്പൊ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും അത് ജീവികൾ കഴിക്കും. അപ്പൊ ഉറുമ്പ് നഖം കഴിക്കുമ്പോൾ അത് ദഹിക്കൂലാണ്. അപ്പൊ ഈ ഉറുമ്പ് ഇങ്ങനെ ശപിക്കും, പണ്ടാരടുത്ത് തിന്നും പോയി ഇതാ ആരുടേതാണ് അവൻ എന്നെങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനൊന്നും കാരണമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നഖങ്ങൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിക്കളയണം എന്ന് ഫഖഹ് പറയാനുണ്ട്. കാരണം എന്ന് ചില തത്വങ്ങൾ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഔറത്താണ്. അതുകൊണ്ട് അവരുടെ മുടികൾ, അത് ഏത് ഭാഗത്തുള്ള മുടിയായാലും ശരി, നീക്കം ചെയ്താൽ പുറത്തു കാണാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയ മുടി താടിയായാലും ഈ മീശയായാലും മറ്റായാലും ശരി, അതെല്ലാം നമ്മൾ മറവ് ചെയ്യണം. അതൊന്നും പബ്ലിക്കിലിടരുത്. ചില ആളുകൾക്ക് തീരെ സംസ്കാരം ഉണ്ടാവില്ല. വീടുകളിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളിയാഴ്ചയാകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അണിഞ്ഞ് ഒരുങ്ങി ജുമാക്ക് വരും സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹാവ് പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്
സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകളിൽ വരുന്ന എല്ലാ പോരായ്മകളും നിന്റെ മഹളായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സാഹിര്യങ്ങളുടെ സിഹറുകൾ നീ ബാത്തിലാക്കണേ റഹ്മാനെ. ചതിയന്മാരുടെ ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മഹത്തായ മജ്‌ലിസിന്റെ സവാബിനെ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രാമം കൊള്ളുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും അർവാഹുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.